ഫ്രണ്ട്സ്, ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ചക്ക വെച്ചിട്ട് നമുക്ക് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാം. അതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് എരുന്ത് നമുക്ക് വറുത്തരച്ച് കറിയും വെക്കാം കേട്ടോ. അപ്പൊ എന്നത്തെ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ദാ ഈ ചക്കയിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഉടച്ചെടുക്കേ. ഞാൻ അതുപോലെ ഒരു കുഞ്ഞി അമ്മിക്കുട്ടി എടുത്തിട്ടാട്ടോ ഉടച്ചെടുത്തത്. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചക്ക നമ്മൾ വേവിച്ച് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ നമ്മൾ മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചേർത്തെടുക്കുക. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ചേർത്തെടുക്കാം. അതുപോലെ തന്നെ ചെറിയ ജീരകം ചേർക്കണം. ചെറിയ ജീരകം കൂടി ചേർക്കേണ്ട. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കരുത്. കൂട്ടത്തിൽ പറയാൻ മറന്നു പോയതാണ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ചതച്ചെടുക്കേണ്ടത്. നന്നായിട്ട് അരച്ചെടുക്കരുത്. അപ്പൊ ഈ ചക്കയിലോട്ട്, ഉടച്ചു വെച്ച ചക്കയിലോട്ട് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അരപ്പും ചക്കയും കൂടി യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താ സ്മെല്ലേ! അടിപൊളി സ്മെല്ലാട്ട അരപ്പിന്റെ, വെളുത്തുള്ളിന്റെയും ജീരകത്തിന്റെയും തേങ്ങേന്റെ ഒക്കെ. ഇനി നമുക്ക് നമ്മളെ ചക്കക്കൂട്ടം വറവിടാൻ വേണ്ടിയിട്ട് എന്താ ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം കേട്ടോ. ചക്കൊക്കെ ഇപ്പൊ കിട്ടില്ല, ടേസ്റ്റാണ് ആ വെളിച്ചെണ്ണേൻ്റെ കൂടി. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എന്താ കറിവേപ്പിലൊക്കെ ഇട്ടു അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കാട്ടോ. ഇനി ആ വെളിച്ചെണ്ണ എല്ലായിടത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പൊ അതാ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എരുന്ത് കറി വയ്ക്കാനായിട്ട് പോവാട്ടോ. അപ്പൊ ഇതാ നമ്മള് എരുന്ത് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ഉലുവ, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകം കൂടി ചേർത്തെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി നന്നായിട്ട് വറുത്തെടുക്കട്ടെ തേങ്ങ ഇതാ ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ അതിലോട്ട്. ഇനി ഇതാ മുളക് പൊടി ചേർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി,
ഇനി നന്നായിട്ട് വറുക്കാം. അപ്പോൾ ഇതാ തേങ്ങയും നമ്മൾ ഇട്ടുകൊടുത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചെടുക്കാം. തക്കാളി ചേർത്തെടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ടെടുക്കുന്നുണ്ട്. ഈ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എരുന്തിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പുളി ഞാൻ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എരുന്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി എരുന്തൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. നമ്മൾ എരുന്ത് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്നാവട്ടെ. നമ്മൾ എരുന്ത് കറി വറവിടാൻ വേണ്ടിയിട്ട് എന്താ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഇനി ഇത് നമ്മൾ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ അടിപൊളി തേങ്ങ വറുത്തരച്ച എരുന്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചക്കക്കൂട്ടാൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.